പ്രഷർ ഇല്ലാതെ നിങ്ങൾ ഏത് സെക്ഷനിലും മേടിക്കുക, ഏത് സ്ഥലത്ത് ജോലിയും എല്ലാം പ്രഷറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രഷർ ഡൗൺ ആയി കഴിഞ്ഞാൽ ഇത് ലാഗ് ആവാൻ തുടങ്ങും, അല്ലേ? ഈ ലാഗ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ പ്രഷർ മൊത്തം ആരെടുക്കും? ഏത് സ്ഥലത്താണെങ്കിലും അതിന്റെ മെയിൻ ആൾ ആരാണ്, അയാളുടെ തലയിലാണ് പ്രഷർ. അപ്പൊ ആദ്യമേ തന്നെ പ്രഷർ കൊടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആവും. ആ ഒരു ഔട്ട്പുട്ട് സ്ക്വീസ് ചെയ്യുന്ന രീതി വ്യത്യാസമാണെന്നാണ് ഉദ്ദേശിച്ചത്. നമ്മൾ പറയേണ്ട രീതികൾ എന്താണ്, ഇപ്പോഴത്തെ ഒരു രീതിയിലെ മിക്ക ആൾക്കാരും അലസന്മാരെന്ന് പറയുന്ന സാധനം ഇങ്ങനെ കിടക്കുക, പണി അറിയാൻ പാടണ്ടല്ല. ടെക്നോളജി വിതിൻ നോ സെക്കൻഡ്സിൽ ലോകത്തിന്റെ ഏത് സ്ഥലത്തേക്കെല്ലാം എത്തിക്കാൻ പറ്റുന്ന ടെക്നോളജി കയ്യിലുള്ളപ്പോൾ അതിപ്പോ 10 മിനിറ്റ് കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചതും എല്ലാം ചെയ്തത് ഇതൊന്നുമില്ലാത്ത ഒരു ടെക്നോളജിയിലാണ്. അത് ആക്ച്വലി പണ്ട് സിനിമകൾ, വലിയ സിനിമകൾ പോലും ഷൂട്ടിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് ഒരു 32 ഡേയ്സിലൊക്കെ സിനിമകൾ. ഇപ്പോൾ ഭരതൊക്കെ ശരിക്കും പറഞ്ഞാൽ 31 ഡേയ്സ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. കിരീടവും അതേപോലെ അങ്ങനെ ഒരുപാട് സിനിമകൾ. അപ്പോൾ ഞാൻ സിബ്സാറിൻ്റെ അടുത്ത് തന്നെ ഒരു ദിവസം ഞാൻ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ മോണിറ്ററും സ്പോട്ട് എഡിറ്റും ഒക്കെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൂടുകയാണ് വേണ്ടത്, പക്ഷെ സ്പീഡ് കുറയുകയാണ് ചെയ്തത്. കാരണം മാൻ പവർ ഭയങ്കരമായിട്ട് കട്ട് ചെയ്തു. പണ്ട് നമ്മൾ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ചേട്ടൻ തന്നെ പറയും, പണ്ട് നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം, നമ്മുടെ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ. ഈ ആർട്ടിസ്റ്റ് എവിടെ വെച്ചിട്ടാണ് അവരുടെ ആക്ഷൻ കണ്ടിന്യൂറ്റി കട്ട് ഇത് ആവുന്ന, കട്ട് പറഞ്ഞാൽ ഇവർ ഏത് ആക്ഷനിലാണ് നിൽക്കുന്നത്, അടുത്ത ആംഗിൾ പോകുമ്പോൾ ഈ ആക്ഷൻ കണ്ടിന്യൂ ചെയ്യണം, ഇല്ലെങ്കിൽ ഭയങ്കര ചേർക്കാം. ഇതിന് ഒരു ഫോട്ടോ എടുത്ത് വെക്കാൻ നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കണ്ണിലും നമ്മുടെ മനസ്സിലുമാണ് ഇതിരിക്കുന്നത്, ഇവരെന്താ ചെയ്തു വെച്ചേക്കണെന്ന് ലാസ്റ്റ്. കാരണം ഡയറക്ടർ വെച്ചേക്കണം അവരേത് കണ്ടിന്യൂറ്റിയിലായിരുന്നു, നമ്മൾ ആ സ്ഥലത്തെ കണ്ടിന്യൂറ്റി നമ്മുടെ കയ്യിലുണ്ടാവണം. പിന്നെ അത്യാവശ്യം നോട്ട് ചെയ്യാൻ നമ്മൾ പുസ്തകത്തിൽ നോട്ട് ചെയ്ത് വെക്കും. ഇപ്പം എല്ലാവരും പോയിട്ട് ആ ഫോട്ടോ എടുത്ത് ആ മോണിറ്ററിൽ പോയി ആ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്ന് കാണിക്കുക എന്ന് പറയുന്ന സാധനം. അപ്പം നമ്മൾ ഈ ബ്രെയിൻ യൂസ് ചെയ്യാതെ മാറുകയാണ്. എല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെക്നോളജീനെയാണ്, അല്ലേ? അപ്പം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബേസിക്കലി ഇതാ. എന്നാൽ എല്ലാവരും ബ്രില്യൻ്റ് ആണ്. കാരണം അവൻ അവിടെ പോയിരിക്കുമ്പോൾ സ്പീഡിൽ അവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് അന്നത്തെ ആൾക്കാർക്ക് അത്ര സ്പീഡിൽ ചിലപ്പോൾ അവർ ആ ടെക്നോളജി തൊട്ടില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളിത് രണ്ടിൻ്റെയും കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പുതിയതായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ അത് കണ്ടിട്ടില്ല, നമ്മൾ അതും കണ്ടതാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റേത് ബ്രെയിനിൽ, ഐ മീൻ നമ്മുടെ മാൻ പവർ കൂടുതലല്ലേ. ഇപ്പൊ കണ്ടിന്യൂറ്റി എഴുതുമ്പോൾ ചേട്ടൻ തന്നെ ഞാൻ പറയായിരുന്നു, വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു പഴയ സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ കണ്ടിന്യൂറ്റി എഴുതിയപ്പോൾ ഈ നമ്മൾ ഓരോന്ന് നോട്ട് ചെയ്ത് എഴുതും, കുടുക്ക് എങ്ങനെയാണ്, കളർ എങ്ങനെയാണ്, അത് വരച്ചു വെക്കും. അപ്പോൾ മുടി കെട്ടിയിരിക്കുന്നത് എൻ്റെ അമ്മ കെട്ടുന്ന പോലെ എന്നാണ്. എന്നിട്ട് ഇവന് പനി വന്നപ്പോൾ ഇവൻ വീട്ടിൽ പോയി ഈ പുസ്തകം നമ്മുടെ തന്നിട്ട്, ഇവന്റെ അമ്മ എങ്ങനെ മുടി കെട്ടുന്നത് നമുക്കറിയോ, നമ്മൾ ഇവന്റെ അമ്മ എങ്ങനെയാടാ മുടി കെട്ടുന്നത്, നമ്മുടെ മുടി എന്തോരം ഇടാ, ഉദ്ദേശിച്ചത് എങ്ങനെയായിരിക്കും, ഇതൊക്കെ ചർച്ച. എന്നാൽ അവനെ വിളിക്കാനായിട്ട് ഇപ്പോഴത്തെ പോലെ ഫോൺ ഉണ്ടോ കിട്ടാൻ? അവന് ഫോണില്ലാത്ത സ്ഥലത്ത് PP കോഡ് അവനെ അന്വേഷിച്ച് നടക്കണം. അപ്പോഴേക്കും ഇവിടെ പൂരത്തെറി. അല്ല, അപ്പൊ ഈ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവില്ല? കാരണം ദിലീപേട്ടൻ എന്ന് പറഞ്ഞ ഈ ഡയറക്ഷന്റെ ഒരു ആസ്പെക്ട് ആംഗിളിൽ നിന്നും വർഷങ്ങൾ മുൻപ് ഇതൊന്നും പക്ഷെ ആ വർഷം അവിടെ അല്ല പോയി നിൽക്കുന്നത്, നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ പ്രഷറിന്റെ കാര്യം പറഞ്ഞത്, നമ്മൾ എല്ലാവരും ഒരു ഇതിലിപ്പം നമ്മൾ 2020 എന്ന് പറഞ്ഞ പടം പോലും രാജാമണി അതിനെ റീ റെക്കോർഡിങ് ചെയ്യുന്നത് 7 ദിവസം കൊണ്ടാണ്. എന്ത് വലിയ പടം അത് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരാളോട് പോയിട്ട് 7 ദിവസത്തിനും പടം, 7 ദിവസത്തിനും പടമോ എന്ന് എന്നുവെച്ചാൽ അത് അവരെ കുറ്റം. അവർ കൂടുതൽ വേറെ കാര്യങ്ങൾ ചിന്തിച്ച് അത് കമ്പോസ് അങ്ങനെ കുറേ ഉണ്ട്. ഞങ്ങൾ കണ്ടിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് വായിക്കുകയാണ്. 7 ദിവസം ഉള്ളൂ. അത് 7 ദിവസം വലിയ സമയമാണ്. 5 to 6 വലിയ പടങ്ങൾ തീർക്കുന്നത്. അത് വന്നിട്ട് ഇപ്പോൾ പുതിയ മ്യൂസിക് ഡയറക്ടറോട് നമ്മൾ അന്ന് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ മാറിപ്പോകും. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ